ഞാൻ ആദ്യം സുഹൈലിലേക്ക് പോകുന്നു. സുഹൈൽ, ശാസ്ത്രീയ പരിശോധനകൾ, അതിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി വേണമല്ലോ ഇനി അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ. അതിന് പ്രധാനമായിട്ടുള്ളത് ഈ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെടുത്തിരിക്കുന്ന അസ്ഥികളാണ്. ഏതാണ്ട് 10-20 എല്ലിൻ കഷ്ണങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. പിന്നീട് ഈ കാണാതായ 1-2 സ്ത്രീകൾ അവരുടെ ടെലിഫോണിൻ്റെ ടവറിൽ, ഒരേ ടവറിൽ തന്നെ സെബാസ്റ്റ്യൻ്റെ ഫോണും ഈ കാണാതായ സ്ത്രീകളുടെ ഫോണും ഉണ്ടായി എന്നതും, ഫോണിൻ്റെ സിം മാറ്റാൻ വേണ്ടി അയാൾ റീചാർജ് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് പോയതും, പിന്നെ ഈ പണയപ്പെടുത്തിയ സ്വർണം എടുക്കാൻ പോയ വിവരങ്ങളൊക്കെയുമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്. ശാസ്ത്രീയ പരിശോധനകൾ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമാണല്ലോ. എത്ര സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ? ജികെ ഈ പറഞ്ഞതുപോലെ അവിശ്വസനീയമായ ആത്മവിശ്വാസമുള്ള സെബാസ്റ്റ്യനിലൂടെ, അയാളുടെ കൺഫെഷനിലൂടെ ഈ കേസ് തെളിയിക്കാമെന്ന പ്രതീക്ഷ എന്തായാലും ക്രൈംബ്രാഞ്ചിലില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയ തെളിവുകൾ അത് പരമാവധി സമാഹരിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു ലിങ്ക് ഉണ്ടാക്കുക എന്നുള്ള അന്വേഷണ സംഘത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി. നിലവിൽ നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ ഈ 2024 ജൈനമ്മ തിരോധാനത്തിന് പിന്നാലെയാണ് ആദ്യമായി ഈ പറയുന്ന സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്നത്. അന്ന് അസ്ഥികൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ജൈനമ്മ തിരോധാന കേസിൽ കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന സെബാസ്റ്റ്യനെ കസ്റ്റഡിയെടുത്തതിന് പിന്നാലെയാണ് ഇന്നലെ നമ്മൾ കണ്ട 7.5 മണിക്കൂറോളം നീണ്ട തെരച്ചിലുണ്ടായത്. ഈ തെരച്ചിലിൽ ഏകദേശം 68 അസ്ഥി, അതിൽ എല്ലാം പൂർണ്ണ അസ്ഥികളല്ല, ചെറുതായ അല്ലെങ്കിൽ കത്തിച്ച രീതിയിലുള്ള അസ്ഥി കഷ്ണങ്ങൾ എല്ലാം കൂടി 68ഓളം അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ അസ്ഥികൾ കണ്ടെത്തിയ ഒരു പാറ്റേൺ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പൊതുവെ ഒരാൾ ഒരു കുറ്റകൃത്യം നടത്തി ആ ബോഡി ഡീകമ്പോസ് ചെയ്യുമെങ്കിൽ ആഴത്തിൽ മണ്ണെടുത്ത് അതിൽ ഈ മൃതശരീരം മൂടിയതിന് പിന്നാലെ മറവ് ചെയ്യുകയാണ് ചെയ്യുക. അത് പിന്നീട് അസ്ഥിയായി രൂപാന്തരം കൊള്ളുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറയുന്ന ജൂലൈ 28-ന് ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യം നടത്തിയ തെരച്ചിൽ അസ്ഥികൾ കണ്ടെത്തിയത് ഈ പറയുന്ന പോലെ ഓലകളുടെ താഴെ, അതായത് ഓലകൾ, അവിടെ ഒരുപാട് തെങ്ങും തോപ്പാണ്, അവിടെ ഓലകൾക്ക് താഴെ ചെറിയ രീതിയിൽ മാത്രം മണ്ണിട്ട് മൂടി, അതായത് പോലീസിന് ആഴത്തിൽ പോലും കുഴിക്കേണ്ടി വന്നിട്ടില്ല, പെരിഫറലായി അതിന്റെ പുറത്തെ മണ്ണ് മാത്രം നീക്കിയപ്പോഴേക്കും അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലെ ഇന്നലത്തെ തെരച്ചിലും സമാനമായ രീതിയിൽ തന്നെ ജൂലൈ 28-ന് അസ്ഥികൾ കണ്ടെത്തുന്ന സമീപത്ത് നിന്ന് വലിയ ആഴത്തിൽ കുഴിയൊഴിക്കുക, അതൊരു 1-1.5 അടിയൊക്കെ കുഴിയെടുക്കുമ്പോഴേക്കും അസ്ഥികൾ കണ്ടെത്തി. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഴത്തിൽ കുഴിയെടുത്തിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒക്യുറൻസ്, ക്രൈം ഓഫ് ഒക്യുറൻസ് ഇവിടെ തന്നെയാണെന്നൊരു സംശയവും നമ്മളിലേക്ക് ജനിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം 2017 ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ആദ്യമായി ആരോപണ മുനയിൽ വരുന്നത്. ഈ 2017 ആരോപണ മുനയിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വന്നപ്പോൾ അന്നത്തെ അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയതാണ്. അവിടെ ഈ കുളമടക്കമുള്ള കാര്യങ്ങൾ അവർ കണ്ടതാണ്. ആ കുളത്തിലേക്ക് അടക്കം വറ്റിച്ചൊരു പരിശോധനയെ കടക്കുന്നതിനിടെ ഈ കുളത്തിൽ സെപ്റ്റിക് മാലിന്യം അടക്കം തള്ളുന്നൊരു സ്ഥിതി ഉണ്ടായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവിടെ തെരച്ചിൽ ഉണ്ടായില്ല. അതായത് 2017 ഈ ഒരു ക്രൈമിൽ ആദ്യമായി ഈ FIR-ലേക്കും പോലീസിലേക്കും അടക്കം പോലീസിന്റെയൊക്കെ സംശയനിലയിലേക്ക് സെബാസ്റ്റ്യൻ വന്ന ആദ്യഘട്ടത്തിൽ ആ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങൾ അല്ലെങ്കിൽ തുടർ വർഷങ്ങൾ ഇപ്പോൾ ജൈനമ്മ തിരോധാനം അടക്കമുള്ള ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പിന്നീടും ആ വീട് തന്നെ ഒരു ക്രൈം ഓഫ് ഒക്യുറൻസ് ആയി എടുക്കുമോ എന്ന ചോദ്യമാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ടോ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോഡി അവിടെ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വർഷ ഗ്യാപ്പിനുള്ളിൽ അത് അവിടെ നിന്ന് മാറ്റിക്കാണുന്ന ഒരു സാധ്യത കൂടി നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത് മാറ്റിയിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകണം, ഒന്ന്, അല്ലെങ്കിൽ ക്രൈം ഓഫ് ഒക്യുറൻസ് മറ്റൊരിടത്താണ്. അങ്ങനെ അവിടെ നിന്നുള്ള അസ്ഥികൾ പിന്നീട് ഇവിടെ എടുത്ത് കത്തിച്ച് പുറത്തേക്ക് ഇടുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ ഇത് അതിബുദ്ധിമാനായ സെബാസ്റ്റ്യൻ ഒരു പ്ലാനാണ്, അതായത് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ക്രൈം ഓഫ് ഒക്യുറൻസ് ഇവിടെയാണ് തെറ്റിദ്ധരിപ്പിച്ച് അവിടേക്ക് അന്വേഷണം ആഴത്തിൽ കൊണ്ടുപോകുക. പക്ഷേ ക്രൈം ഓഫ് ഒക്യുറൻസ് അവിടെയാണ് തെറ്റിദ്ധരിച്ച് നമ്മൾ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥ അസ്ഥികളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കൊലപാതകമോ അല്ലെങ്കിൽ തിരോധനമോ അതൊന്നും സ്ഥിരീകരിക്കാനാകില്ല. അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടെങ്കിൽ ആ സംഭവവും സ്ഥലങ്ങളും ഒക്കെ വേറെ സ്ഥലത്തായിരിക്കണം, ഈ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ വേറെ സ്ഥലത്താകണം. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങൾ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ ആഴത്തിൽ കുഴിയെടുക്കേണ്ടതുണ്ട്, ആഴത്തിൽ നിന്ന് ഈ അസ്ഥികൾ കണ്ടെത്തേണ്ടത്. പക്ഷേ ഇവിടെ പോലീസ് അധികം മെനക്കെടേണ്ടി വന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെബാസ്റ്റ്യൻ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2017 ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഈ സെബാസ്റ്റ്യൻ ഈ വീട്ടിലെത്തിയതാണ്. അതുകൊണ്ട് പിന്നീട് ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതേ സ്ഥലത്തേക്ക് ഈ ജൈനമ്മയുടെയൊക്കെ അസ്ഥികൾ അവിടെ കൊണ്ടിടുമോ എന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. 1. 2, ഇപ്പോൾ ഈ പറയുന്ന 64ഓളം അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ അസ്ഥി കഷ്ണങ്ങളൊക്കെ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇവിടേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് സ്വാഭാവികമായ സാങ്കേതികത്വമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ്. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ നമ്മൾ സംശയിക്കുന്ന 3 തിരോധാനങ്ങൾ, ഒരു കൊലപാതകങ്ങളും ഇവരാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇതിന് പിന്നാലെ മാത്രമാണ് ഈ കേസിലേക്ക്, ഈ പറയുന്ന തിരോധാന കേസിലേക്ക് സെബാസ്റ്റ്യനെ പൂർണ്ണമായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ സെബാസ്റ്റ്യനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ബിന്ദു പത്മനാഭൻ കേസായാലും ഐഷ തിരോധാന കേസാണെങ്കിലും ഈ ജൈനമ്മ തിരോധാന കേസുകളാണെങ്കിലും ഈ 3 കേസുകളിലും സെബാസ്റ്റ്യൻ ഇവരുമായി ബന്ധമുണ്ട്, സെബാസ്റ്റ്യൻ ഇവരുമായി സ്ഥലമിടപാട് നടത്തിയിട്ടുണ്ട്, സെബാസ്റ്റ്യൻ ഇവരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസ് ബിന്ദു പത്മനാഭൻ കേസാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ 2003 തൊട്ട് സെബാസ്റ്റ്യൻ ഇവർക്ക് പരിചയമുണ്ട്. 2011 ബിന്ദുവിന്റെ എറണാകുളം നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്ഥലം അത് പ്രമാണം ചെയ്തിരിക്കുന്നത് ഇയാളുടെ പേരിലാണ്.
സെബാസ്റ്റ്യന്റെ സുഹൈൽ, പേരിലാണ്. പക്ഷേ അന്ന് ഈ പ്രമാണം ചെയ്തിരുന്നത് സെബാസ്റ്റ്യന് ബിന്ദു ഈ സ്ത്രീകളുമായി, പത്മനാഭൻ കാരണം ബിന്ദു സെബാസ്റ്റ്യന്റെ ജോലി പലപ്പോഴും ഈ വസ്തുവകകളുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടപാടുകാരൻ എന്ന നിലയിലാണ് അയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ തന്നെ. അപ്പോൾ അയാളൊരു ഇവരുമൊക്കെയായി അയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണോ, ഇവരെ ഇയാൾ കൊലപ്പെടുത്തിയോ എന്ന കാര്യങ്ങളിലാണല്ലോ ശാസ്ത്രീയ അന്വേഷണം ആവശ്യമായിട്ടുള്ളതും തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടും ഉള്ളത്. പിന്നെ ഈ ആദ്യത്തെ ബിന്ദു പത്മനാഭനെ കാണാതായി വർഷങ്ങൾക്ക് ശേഷമാണ് അതിലൊരു പരാതി ഉണ്ടാകുന്നതും അന്വേഷണം ഉണ്ടാകുന്നതും. അത് തന്നെ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്ന പരാതിയാണ് ഈ ബിന്ദു തിരോധാന കേസ് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കർമ്മസമിതിക്ക് ഉള്ളത്. കർമ്മസമിതിയുടെ പ്രതിനിധി ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുമുണ്ട്. ഞാൻ അശ്വിൻ പാലാടിയിലേക്ക് വരട്ടെ. അശ്വിൻ, സെബാസ്റ്റ്യൻ ഒരു മനോരോഗിയായ ഒരു പരമ്പര കൊല നടത്തിയിട്ടുള്ള ഒരു സീരിയൽ കില്ലറാണ് എന്ന നിലയിലാണ് അയാളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ വാ തുറക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ മാത്രം ചെയ്യുന്ന സെബാസ്റ്റ്യനിൽ നിന്ന് നേരത്തെ ഒരു കൺഫെഷനിലൂടെ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ? അങ്ങനെ അന്വേഷണ സംഘം സംശയിക്കാനുള്ള കാരണം എന്താണ്? അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിലേക്ക് വരാൻ ഉതകുന്ന ചില കാരണങ്ങളുണ്ട്. അത് ഈ 3 പേരുടെയും പശ്ചാത്തലം സംബന്ധിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ആദ്യമായി ഉണ്ടാകുന്നത് 2002 മുതൽ ഈ സെബാസ്റ്റ്യനുമായി കൂട്ടുകൂടിയ ബിന്ദു പത്മനാഭനാണ്. ബിന്ദു പത്മനാഭന്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചത് ബാംഗ്ലൂരിലാണ്. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട കുടുംബമാണ്. കോടികളുടെ ആസ്തി സ്വന്തമായൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു ബിന്ദു പത്മനാഭൻ. അവരുമായി അവരുടെ യൗവനകാലത്താണ് സെബാസ്റ്റ്യൻ ചങ്ങാത്തം കൂടുന്നത്. പിന്നീട് 2006 മുതൽ ഇവരെക്കുറിച്ച് അത്ര വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരുമൊക്കെ, കടക്കരപ്പള്ളിയിലെ നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ബിന്ദു പത്മനാഭൻ കേസ് പുറത്തേക്ക് വരുന്നത്, അതിൽ സെബാസ്റ്റ്യന്റെ പങ്ക് എങ്ങനെ വെളിവാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2017 ബിന്ദു പത്മനാഭന്റെ പേരിൽ എടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം വിൽപ്പനയ്ക്കായി സെബാസ്റ്റ്യൻ എത്തുന്നു. അന്ന് ബിന്ദു പത്മനാഭൻ എന്ന പേരിൽ ഡോക്യുമെന്റിൽ ഒപ്പിടിയിക്കാനായി എത്തുന്നത് ജയ എന്ന പേരിലുള്ള മറ്റൊരു സ്ത്രീയെയാണ്. അത് ബിന്ദു പത്മനാഭൻ എന്ന പേരിലാണ് അവരെ പരിചയപ്പെടുത്തിയത്. ആ സ്ഥലം വാങ്ങാൻ വന്നത് ഈ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണിന്റെ സുഹൃത്താണ്. അവിടെയാണ് ഈ സംഭവം കഥകളെല്ലാം പൊളിയുന്നത്. അപ്പോൾ എവിടെയാണ് 2002 മുതൽ ഈ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന ബിന്ദു പത്മനാഭൻ 2017 വരെ എവിടെയായിരുന്നു? എന്തിനാണ് ബിന്ദുവിന്റെ പേരിൽ മറ്റൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നത്? അവിടെ തുടങ്ങുകയായിരുന്നു ഈ കേസന്വേഷണങ്ങളുടെയൊക്കെ തുടക്കം, ഈ തിരോധാന കേസിന്റെയൊക്കെ തുടക്കം. അതിന് അവിടെയുള്ള പശ്ചാത്തലം സാമ്പത്തികമാണ്. ഇവർ ചങ്ങാത്തമായിരുന്നു, കൂട്ടുകൂടിയിരുന്നു വർഷങ്ങളായി. പിന്നീട് 2012 കേസിലേക്ക് വന്നാൽ അവിടെയുള്ളത് ഐഷയാണ്. ഐഷയെ സംബന്ധിച്ചും ഏകദേശം ഇതേപോലെയുള്ള ഒരു പശ്ചാത്തലമാണ്. ഈ ബിന്ദുവും കുടുംബവുമായി അകന്നു കഴിയുന്ന ഒരു സ്ത്രീയാണ്. ഐഷയും ഏകദേശം ആ ഒരു പശ്ചാത്തലമാണുള്ളത്. കുടുംബവുമായി അത്രയധികം ബന്ധമുണ്ടായിരുന്നില്ല. പിന്നീട് അവരൊരു സർക്കാർ ജീവനക്കാരിയായിരുന്നു. പഞ്ചായത്തിലെ ക്ലർക്കായാണ് വിരമിക്കുന്നത്. സാമ്പത്തികമായി നല്ല പശ്ചാത്തലമാണ്. സ്വന്തമായി അത്യാവശ്യം പണമൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം അതുകൂടാതെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നു. ഈ സെബാസ്റ്റ്യനുമായി 2012-2010 കാലത്തിലൊക്കെ ഇവർ അടുപ്പത്തിലുമായിരുന്നു. വർഷങ്ങളായുള്ള സുഹൃത്ത് ബന്ധം ഇവർ തമ്മിലുണ്ട്. ഈ സുഹൃത്ത് ബന്ധം അതിനിടയിലാണ് ഈ സ്ഥലക്കച്ചവടമൊക്കെ വരുന്നത്. അങ്ങനെ ഈ ഐഷയും ഇയാൾ തങ്ങളുടെ ഒരു വലയത്തിലാക്കുന്നു. പിന്നീട് 2012 ശേഷം ഐഷയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ജയനമ്മയുടെ കേസിലേക്ക് വന്നാൽ ഈ 2 കേസുകളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. സാമ്പത്തികമായി അത്ര വലിയ ഭദ്രതയുള്ള പശ്ചാത്തലമല്ല ജയനമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ അല്പം, അതും കേവലം 5 പവനൊക്കെ ആയിരുന്നു അന്ന് ഈ ജയനമ്മ അണിഞ്ഞിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട രീതിയിലല്ല എങ്കിൽ പോലും കുറച്ചൊക്കെ പൈസ ജയനമ്മയുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഒപ്പം ജയനമ്മ ഒരു വിശ്വാസി കൂടിയായിരുന്നു. ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. ജയനമ്മയെ ഈ സെബാസ്റ്റ്യൻ കണ്ടുമുട്ടുന്നതും ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. അങ്ങനെ സ്ഥലക്കച്ചവടവുമൊക്കെയായി ബന്ധപ്പെട്ട് ജയനമ്മയും വശത്താക്കുന്നു. പിന്നീട് 2024 ഡിസംബർ 23 മുതൽ ജയനമ്മയെക്കുറിച്ചും ഒരു വിവരവുമില്ല. അപ്പോൾ ആകെ ഈ 3 കേസുകൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ ഒരു കോമൺ ഫാക്ട് ഉണ്ട്. ഒന്നിലധികം കോമൺ ഫാക്ടുകളുണ്ട്. ഇവിടെയെല്ലാം പ്രായവും 40-നും 60-നും ഇടയിലാണ്. അതൊക്കെ കൊണ്ടാണ് ഒരു പുതിയ കേസ് കൂടി ഉണ്ടല്ലോ, സിന്ധുവിന്റെ കേസ്. ചേർത്തല സ്വദേശിനി സിന്ധു.
അതെ, സിന്ധു ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ കേസ്, അത് ഈ സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ട 3 വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോലീസ്. പക്ഷേ അത് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നു ഈ സിന്ധുവിന് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ സിന്ധുവിനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ ഈ 3 പേർക്കുള്ള അതേ ഒരു സവിശേഷത അല്ലെങ്കിൽ അതേ കോമൺ ഫാക്ട് ഈ സിന്ധുവിന്റെ കാര്യത്തിലുമുണ്ട്. ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. മകളുടെ വിവാഹം 2 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കെയാണ് സിന്ധുവിനെ കാണാതാകുന്നത്. മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന സ്വർണവും പണവുമെല്ലാം സിന്ധുവിന്റെ പക്കലുണ്ടായിരുന്നു. വൈകിട്ട് അമ്പലത്തിൽ വഴിപാട് കഴിക്കാനായി പോയ സിന്ധുവിനെ കുറിച്ച് 2020 ഒക്ടോബർ 19 ശേഷം പിന്നീട് ഒരു വിവരവുമില്ല. അതെ, ഈ 4 കേസുകൾ ബിന്ദു, ഐഷ, സിന്ധു, അതുപോലെ ജൈനമ്മ, ഈ 4 തിരോധാന കേസുകളിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് പരിശോധനകളായി നടക്കുന്നത്. നമ്മളോടൊപ്പം ഇനി റാഫി കരീമുണ്ട്. റാഫി, ഇത് ആദ്യമായിട്ടാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് 17 വർഷമായ സെബാസ്റ്റ്യനൊപ്പം കഴിയുന്ന ഒരു സ്ത്രീക്ക് സെബാസ്റ്റ്യനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞത്. റാഫിയോട് സംസാരിച്ചപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാര്യ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഞാൻ അറിഞ്ഞത് ഓഫ് ക്യാമറയിൽ സംസാരിച്ചപ്പോൾ ഒരു ജീവിയെയും ഉപദ്രവിക്കാത്ത അത്രത്തോളം നിഷ്കളങ്കനായ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്ന് റാഫി കരീമിനോട് പറഞ്ഞതായാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ വെളിപ്പെടുത്തിയത്? സെബാസ്റ്റ്യൻ ഇങ്ങനെ കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ, ഒരു കൂട്ടക്കൊലപാതകി എന്ന നിലയിൽ അയാളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംശയനിഴലിൽ സെബാസ്റ്റ്യൻ നിൽക്കുമ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? റാഫി, സെബാസ്റ്റ്യന്റെ ഭാര്യ പങ്കുവച്ച വിവരങ്ങൾ, അയാൾ എങ്ങനെയായിരുന്നു കുടുംബത്തിൽ എന്നുള്ളതാണ്. 2008 സെബാസ്റ്റ്യന്റെ വിവാഹം കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള 17 വർഷം ഇവർ ഒരുമിച്ചായിരുന്നു. ഈ 17 വർഷവും സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഭാര്യ 24-നോട് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഭാര്യ പങ്കുവച്ചത്, ഈ സെബാസ്റ്റ്യൻ ഒരു തരത്തിലുമുള്ള പെരുമാറ്റ വൈകല്യങ്ങളുള്ള ഒരാളായിരുന്നില്ല. ഒരു തരത്തിലും കുടുംബത്തിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും തന്നെ മർദ്ദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നോട് അനാവശ്യമായൊരു ശബ്ദമുയർത്തി സംസാരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഈ ഭാര്യ പറഞ്ഞത്. ഒപ്പം തന്നെ പെരുമാറ്റമെല്ലാം തന്നെ വളരെ ഭംഗിയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു, മാന്യമായ പെരുമാറ്റമാണ് എപ്പോഴും പുറത്തെടുത്തിരുന്നത്. ബന്ധുക്കളോടും ആ നിലയിൽ തന്നെയായിരുന്നു. മകനോടും ഭാര്യയോടുമെല്ലാം വലിയ സ്നേഹമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഭാര്യ പങ്കുവച്ചൊരു പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു കാര്യം ഭാര്യ പറഞ്ഞത്, ബിന്ദു പത്മനാഭന്റെ പേര് മാത്രമാണ് സെബാസ്റ്റ്യനിൽ നിന്ന് താൻ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഭാര്യ പറഞ്ഞത്. അത് സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട്, എറണാകുളത്തെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് കേട്ട പേരാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മറ്റ് 3 പേരുടെ പേരുകളും സെബാസ്റ്റ്യനിൽ നിന്ന് ഈ സ്ത്രീ കേട്ടിട്ടില്ല എന്നും ഭാര്യ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചാണ് പറഞ്ഞത്. കാലിന് വയ്യാത്ത ഒരാളാണ്, വലിയ ഷുഗർ പേഷ്യന്റാണ്, പ്രമേഹ രോഗിയാണ്. ഒപ്പം തന്നെ മറ്റ് ശാരീരിക അവശതകളും ഉണ്ട് എന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ പറയുന്നു. ഒപ്പം 17 വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ല എന്നുകൂടി ഈ ഭാര്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ നിലയിലാണ് റാഫി കരീമാണ് നമ്മളോട് ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. നമ്മളോടൊപ്പം മനീഷ് മഹിപാൽ കൂടിയുണ്ട്. മനീഷ്, ഈ DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഏതാണ്ട് ധർമ്മസ്ഥല മോഡലിലുള്ള കൂട്ടക്കൊലപാതകങ്ങൾ നടന്നു എന്ന് സംശയിക്കുന്ന ഈ തിരോധാന കേസുകൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി മറ്റന്നാൾ കഴിയുകയാണ്. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കസ്റ്റഡി കാലാവധി നീട്ടിച്ചോദിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എന്നതാണ്. എങ്ങനെയായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക? ഈ ഭാര്യയെ കൂടി ഇരുത്തി ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാം എന്ന തീരുമാനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയെന്നാണ് അറിയുന്നത്. ഈ കേസിൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രതിസന്ധിയാണോ? GK നിലവിൽ 2 ക്രൈംബ്രാഞ്ച് ഉണ്ട്. ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നു. മറ്റ് അനുബന്ധ കേസുകൾ പോലീസും അന്വേഷിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സംബന്ധിച്ചുള്ള തെളിവ് ശേഖരണവും ഇപ്പോഴും ഈ കൊലപാതകം എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയും പോലീസിന് ലഭിച്ചിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ പരാതികളൊക്കെ തന്നെ ലഭിച്ചത് പോലീസിന് കാലതാമസം നേരിട്ടു എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ബിന്ദു പത്മനാഭന്റെ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പരാതി അല്ലെങ്കിൽ ആരോപണം ഒരു വശത്തുണ്ട്.
മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചതിൻ്റെ കാലതാമസവും ഇത്ര വർഷം കഴിഞ്ഞതിൻ്റെയും ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ഒരു തരത്തിലും സെബാസ്റ്റ്യൻ സഹകരിക്കാത്തതും ഇയാളെ സംബന്ധിച്ച് നിലവിൽ ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്നത് അയാൾ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. ഒരു വാക്ക് പോലും അയാളുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ലഭിച്ചിട്ടില്ല. ഇയാൾക്ക് ബിന്ദു പത്മനാഭനായി തന്നെ ബന്ധമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നപ്പോഴും ഇയാൾ എങ്ങനെ കൊലപാതകം നടത്തി, ഇവരുമായി ഈ മൊബൈൽ ടവർ ജയനമ്മ അവിടെ വീട്ടിലെത്തിയെന്ന് പറയുമ്പോഴും ഇയാൾ കൊലപാതകം നടത്തിയതിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവ് പോലും ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ DNA പരിശോധന ലഭിക്കാതെ തന്നെ ആരൊക്കെയാണ് ചെയ്യപ്പെട്ടത്, ആരുടെയൊക്കെ തന്നെ അസ്ഥികൂടവും തലയൊട്ടിയുടെ ഭാഗങ്ങൾ, ഒപ്പം തന്നെ പല്ലിൻ്റെ ക്ലിപ്പ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ അത് ആരുടേതാണെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം. ഇനി അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലുള്ള ആകെ പ്രതീക്ഷ ഈ രണ്ട് പേരെയും ഒന്നിച്ച്, ഭാര്യയും ഭർത്താവിനെ ഒന്നിച്ചിരുത്തി ചില സാങ്കേതിക വിദഗ്ധർ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുമോ, എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നാണ് ആകെയുള്ള പ്രതീക്ഷ. നേരത്തെ തന്നെ നുണപരിശോധനയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം നീങ്ങിയിരുന്നു. പക്ഷേ ഇയാൾ കോടതിയിൽ അതിവിദഗ്ധനായി തനിക്ക് ഹൃദ്രോഗമുണ്ട്, ഹൃദയരോഗിയാണ്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തന്നെ മാറ്റണമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും നുണപരിശോധനയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ആകെയുള്ള ഒരു പോംവഴി ഇനി ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം. ഏതായാലും ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, അതിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന പ്രതീക്ഷയോടുകൂടി മറ്റന്നാൾ കസ്റ്റഡി കാലാവധി തീരുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ തുടർ അന്വേഷണ പദ്ധതി എന്താണ് എന്നത് കുറെ കൂടി വ്യക്തമാകാനുണ്ട്.